സഹോദരി പറയാണ് അതിനകത്ത്, സാം അവന്റെ വഴിയിൽ അവന്റെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഒരു കോംപ്രമൈസും ഇല്ല, ഞാൻ കൂടെ ഉണ്ടെന്ന്. അതാണ് അമ്മ, അത് മാത്രമാണ് അമ്മ. അമ്മയെ പോലെ അമ്മ മാത്രമാണ്. അമ്മ ഇതുപോലെ ഒരു അമ്മയാണ് എൻ്റെ അമ്മ. അമ്മ കണ്ട സ്വപ്നങ്ങളാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സ്വപ്നങ്ങൾ ഇഷ്ടം പോലെ കാണുക. അപ്പം മകൻ അവിടെ എത്തും. അത് കാണാനായിട്ടുള്ള ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. എത്രമാത്രം സ്ട്രഗിളിലൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ആ വഴികളൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ എനിക്കൊരു പ്രൈവറ്റ് ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൊറോണയുടെ സമയത്തൊക്കെ ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. 4ാം ക്ലാസ് തൊട്ടാവും പാട്ട് പഠിക്കുന്നത്. പിന്നെ എൻ്റെ അത് ഒരു വർഷം അങ്ങ് കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു, വലത് കൈ കമ്പി ഇട്ടിരിക്കുക. അത് കഴിഞ്ഞൊന്ന് ബ്രേക്കായി ആ പഠിത്തം. ഇവൻ്റെ സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടാണ്. അവനെ ഇവിടെ നിന്ന് വിടത്തില്ല എന്ത് ചെയ്താലും. അപ്പം ഞാൻ എപ്പോഴും പറയും, മാർക്കോ സമ്മാനം അല്ല വേണ്ടേ, പക്ഷെ നമ്മളെ പാട്ടിനോട് ആത്മാർത്ഥത പുലർത്തി ശരിക്കും ഒറിജിനൽ പോലെ പാടാൻ. ജോലി പോലും വേണ്ടെന്ന് വെച്ചു അതിന് വേണ്ടി. ജോലി അതെന്നു ചോദിക്കുകയാണെങ്കിൽ അവനെപ്പോഴും മത്സരത്തിനൊക്കെ സിസ്റ്റേഴ്സും പള്ളിയിൽ നിന്നൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ആരെങ്കിലും കൂട്ടത്തിൽ വേണം. അപ്പോൾ എനിക്കിങ്ങനെ ഈ ലീവൊന്നും കിട്ടാതെ വന്നപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇവന് വേണ്ടി അങ്ങ് സ്പെൻഡ് ചെയ്യാൻ സമയം. തീർച്ചയായിട്ടും. That's great. That is really, really great. ഇപ്പൊ ഒരു സിംഗിൾ പാരന്റ് ആണ് അല്ലേ? അതെ, 3 വയസ്സ് മുതൽ സിംഗിൾ പാരന്റ്. എന്തായാലും അമ്മ ആഗ്രഹിച്ച പോലെ, മോൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു ഗായകനായി തീരട്ടെ. വളരെ തിരക്കേറിയ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗായകനായി തീരട്ടെ.